ഹലോ അങ്ങനെ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി വെറും 2 ദിവസം മാത്രം ബാക്കിയിരിക്കെ ആരായിരിക്കും വിന്നർ എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ പ്രേക്ഷകരല്ലേ. ഇതുപോലൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊട്ട് തലേ ദിവസം പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല ആരായിരിക്കും വിന്നർ എന്ന്. അങ്ങനെ 2 ദിവസം മാത്രം ബാക്കി നൽകിയ റീ എൻട്രീസ് ഒന്നും ഇതുവരെയും ആ ഹൗസിൽ നിന്നും പോയിട്ടില്ല. ഇപ്പോഴും അവരൊക്കെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 7 എന്നുള്ളത് ടോപ്പ് 6 ആയി മാറിയിരിക്കുകയാണ്. ആദില എവിക്റ്റ് ആയിരിക്കുകയാണ്. പക്ഷെ പോകുന്നതിന് മുൻപായിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരുവിധം പറഞ്ഞിട്ടാണ് ആദില വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആദിലയും നൂറയും അനുവും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബോണ്ടിംഗ് ഒന്നും ഇപ്പൊ അവർ തമ്മിലില്ല. മെനഞ്ഞാന്ന് രാത്രി ഷാനവാസ് ഒന്നിപ്പിച്ച ആദിലയും നൂറയും അനുമോളും ഇന്നലെ രാവിലെ മോർണിംഗ് ടാസ്കോട് കൂടി വീണ്ടും പിരിഞ്ഞതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെയും അവർ തമ്മിൽ ഒന്നിച്ചത് ഇന്നലെ ബിഗ് ബോസ് ഇട്ട് കൊടുത്ത ഫ്രണ്ട്ഷിപ്പ് വീഡിയോയ്ക്ക് ശേഷമായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ആദിലയുടെ എവിക്ഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒന്നിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പേഴ്സണലി അനുമോളോട് ഒരു താല്പര്യമില്ല. പിന്നെയും ഇത്ര കഷ്ടപ്പെട്ടവർ എന്തിനാണ് അനുമോളോട് സംസാരിക്കുന്നത് എന്നാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇന്നലെ രാവിലത്തെ കാര്യം തുടങ്ങാം. രാവിലെ മോർണിംഗ് ടാസ്ക് നടക്കുകയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും സോറി പറയാനാണെങ്കിൽ അതും പറയാം, താങ്ക് യു പറയാനാണെങ്കിൽ അതും പറയാം. അതായിരുന്നു മോർണിംഗ് ടാസ്ക്. ഇതിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ 3 പേരുടെ പേര് പറയാം. 1 ആദില, 2 നെവിൻ, 3 ഷാനവാസ്. അതിൽ ആദിലയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മെനഞ്ഞാന്ന് ഷാനവാസ് രാത്രി ഇരുത്തി ക്ലാസ് ഒക്കെ എടുത്ത് ഇപ്പോൾ സീസൺ തീരാൻ പോവുകയാണ്, ഇനി അടിയും പിടിയും പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കെ ഇന്നലെ രാവിലെ ആദില വന്നിട്ട് ആദ്യം സോറി പറയുന്നത് ആര്യനോടാണ്. ടിക്കറ്റ് ഫിനാലെ സമയത്ത് ആര്യനെ കുറിച്ച് നൂറയും ആദിലയും കൂടെ ഒരു ടോക്ക് ഉണ്ടായില്ലേ, അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടാണ് ആര്യനോട് സോറി പറയുന്നത്. അതിനുശേഷം താങ്ക് യു പറയുന്നത് അനുമോളോടാണ്. ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ല ഇതെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് അതൊരു സർക്കാസ്റ്റിക് രീതിയിലുള്ള കൊട്ടുകൊടുക്കലായിരുന്നു എന്നുള്ളത്. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിൽ ബോണ്ട് പോയിട്ടൊരു ബോണ്ട പോലും ഇല്ല. അവർക്ക് ഒട്ടും പറ്റുന്നില്ല അനുമോളെ. പിന്നെയും അവർ എന്തിനാണ് ഈ പുറകെ ചെല്ലുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതിൽ കുറേ പോയിന്റുകൾ പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഞാനൊന്ന് പറയാം. അതായത് അനുമോളുമായിട്ട് പിണങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ അവളുടെ പുറകെ നടക്കുമായിരുന്നു. അവൾ ഒരു തവണ പോലും എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അവൾ എന്നെ ഒരുപാട് പുറകെ നടത്തിച്ചു. അതിൽ കൂടി എനിക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നുള്ള സത്യം അവളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതിനൊരു താങ്ക്സ്. രണ്ടാമതായി പറയുന്നത് ഫേക്ക് കാര്യങ്ങൾ അവൾ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതൊക്കെ ഫേക്കാന്ന് അറിഞ്ഞിട്ടും ജെനുവിൻ ആണെന്നുള്ള രീതിയിൽ മുഖഭാവം വെച്ചുകൊണ്ടിരിക്കാൻ അവൾ എന്നെ പഠിപ്പിച്ചു. അവളുടെ ഫ്രണ്ട്ഷിപ്പിനായി വന്നതല്ല, ഗെയിം കളിക്കാൻ വന്നതാണെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ടിങ് വളരെ സിമ്പിൾ ആണെന്നും അവൾ എന്നെ പഠിപ്പിച്ചു. ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ലെന്നും പുറത്തിറങ്ങി കഴിഞ്ഞാലും അധികമൊന്നും എക്സ്പെക്ട് ചെയ്യരുതെന്നും അവൾ എന്നെ പഠിപ്പിച്ചു. അവൾക്ക് എന്നോട് എന്ത് കാര്യവും പറഞ്ഞ് പെട്ടെന്ന് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആണെന്നും അവൾ എന്നെ പഠിപ്പിച്ചു. അക്ബർ എന്ന് പറയുന്ന വ്യക്തിനെ ഇത്രയധികം മാനിപ്പുലേഷനോട് കൂടി എന്നെ മുന്നിൽ അവതരിപ്പിച്ചത് അനുമോളായിരുന്നു. അക്ബറിനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അതിൽ ആ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. കൊടുക്കേണ്ട കുട്ടികളൊക്കെ കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഷാനവാസും അനുമോളും ഞെട്ടിപ്പോയി. ഈശ്വര, ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ഇത്രയും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടും ഇവൾ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞല്ലോ എന്നുള്ള ഞെട്ടലാണ് ഷാനവാസ് ഇരിക്കുന്നത്. എസ്പെഷ്യലി അക്ബറിനോട് സോറിയൊക്കെ പറഞ്ഞ സമയത്ത്. അനുമോളാണെങ്കിൽ ആകെ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കൂടെ നിൽക്കുന്ന സുഹൃത്താണ് ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതൊക്കെ അനുമോൾ ചെയ്തത് കൊണ്ട് തന്നെയല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് വായ തുറന്ന് പറയാമായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, എപ്പോഴാണ് നടന്നിട്ടുള്ളതെന്ന്. സോ മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുറന്ന് പറയാവുന്നതേ ഉള്ളൂ. സോ ഇതൊക്കെ പുള്ളിക്കാരത്തി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഗെയിമിനുള്ളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഇത്രയും കോൺഫിഡന്റ് ആയി പുള്ളിക്കാരത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് എടുത്തു പറയാനുള്ളത് നെവിന്റെ കേസാണ്. നെവിൻ അനുമോളോടും ഷാനവാസിനോടും ക്ഷമ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഷാനവാസിന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറയുന്ന നെവിൻ ആയിരുന്നല്ലോ. എന്നിട്ടും ഷാനവാസിന്റെ ഫാമിലിനെ ഇതിനകത്തോട്ടൊക്കെ വലിച്ചിടേണ്ട ഒരു അവസ്ഥ നെവിന് വന്നിട്ടുണ്ട് സംസാരത്തിൽ. അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അനുമോളുടെ കട്ടിലിൽ വെള്ളം കോരി ഒഴിച്ച് അത്രയും ഇറിറ്റേഷൻ നടത്തിയതിനും എന്തെങ്കിലുമൊക്കെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ താങ്ക്സ് പറയുന്നത് ജിസേലിനോടാണ്. ഈ ഹൗസിൽ നെവിൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ എങ്ങനെയാണോ അതുപോലെ പുള്ളിയെ അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ജിസേൽ. അതിനാണ് താങ്ക്സ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു സോറിയും പറയുന്നുണ്ട്. അതായത് ജിസേൽ ഔട്ടാവുന്ന വീക്കിൽ നെവിന് ആകെ കൂടി ഒരാളെ മാത്രമേ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ വേറെ ആരും ഇല്ലായിരുന്നു ലിസ്റ്റിൽ. അതുകൊണ്ട് നോട്ട എന്നുള്ള രീതിയിൽ ഒരു വോട്ടങ്ങ് അസാധു ആവട്ടെ, എന്തായാലും പോകാത്ത ഒരാളുടെ പേര് പിടിച്ചിനകത്ത് ഇട്ടേക്കാന്ന് വെച്ചാണ് ജിസേലിന് വോട്ട് കൊടുത്തത്. പക്ഷേ കഷ്ടകാലത്തിന് 2 വോട്ട് വന്ന് ആ വീക്കിലാണ് ജിസേൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് നെവിന് ഭയങ്കര ഒരു മനപ്രയാസം ഉണ്ടായി. അപ്പോൾ അത് ഇന്നലെ 2-3 വട്ടം പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട് വിഷമത്തോടു കൂടി. ആ ഒരു കാര്യം പറഞ്ഞ് പുള്ളിക്കാരൻ്റെ കണ്ണ് നിറയാണ് ജിസേലിനോട് സോറിയും പറയുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസിന്റെ കാര്യം എടുത്ത് പറയുന്നത് പുള്ളിക്കാരൻ അവിടെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ള 3 വ്യക്തികൾ എന്ന് പറയുന്നത് അക്ബർ, ബിന്നി, ലക്ഷ്മി. ഇവരോട് 3 പേരോടും ഷാനവാസ് ക്ഷമ ചോദിക്കുകയാണ്. ബിന്നിയോട് അന്ന് വളരെ മോശമായിട്ടും ബിന്നിയുടെ ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു. ലക്ഷ്മിനെ എടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ പേരിലും ക്ഷമ ചോദിക്കുന്നു. അക്ബറിനെ പിന്നെ ഷാനവാസിന്റെ വില്ലൻ എന്ന് പറയുന്നത് അക്ബർ ആണല്ലോ, പുള്ളിക്കാരനോടും ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. താങ്ക്സ് പറയുന്നത് തീർച്ചയായിട്ടും അനീഷിനോടാണ്. ബാക്കി എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഈ മോർണിംഗ് ടാസ്ക് കഴിയുന്നു. ഷാനവാസ് അവിടെ അനുമോളോട് പക്ഷേ എന്തുമാത്രം ക്ലാസ് ഞാൻ എടുത്തു കൊടുത്തത്, ഇതെല്ലാം വെറുതെ വിഫലമായല്ലോ, വളരെ മോശം പ്രവൃത്തിയാണ് ചെയ്തത്, വീണ്ടും ഇത് വലിച്ചിടേണ്ട കാര്യം എന്താണ്, എത്ര പറഞ്ഞാലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഇവർക്ക് ആദിലേക്കും നൂറയ്ക്കും അനുമോളോട് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ തന്നെ ഷാനവാസിന്റെ നിർബന്ധപ്രകാരമാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ മോർണിംഗ് ടാസ്കിൽ താങ്ക്സ് പറയുന്നത് ആദിലോടാണെന്ന് പറഞ്ഞിട്ട് അനുമോൾ ആദിലിനെ വിളിക്കുന്ന സമയത്ത് നൂറ് അവിടെ നിന്ന് വയ്ക്കുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കാണണം. എന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് താല്പര്യമില്ല, ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ എന്തിനാണ് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് 2 വീഡിയോസ് ഇവർ നമ്മൾ അടിപിടിയുടെ വീഡിയോയും ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. അടിപിടിയുടെ വീഡിയോ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര നീളമുള്ളൊരു വീഡിയോ ആയിരുന്നു. കാരണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വരെയും അടിപിടി തന്നെയാണ്. പിന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറവൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇതൊക്കെ ഏത് കാലത്ത് നടന്ന ഫൈറ്റാന്നുള്ള രീതിയിൽ. ഇത്രയധികം ഫൈറ്റുകളുള്ളൊരു സീസൺ വേറെ ഇല്ല കേട്ടോ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ. പിന്നീട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരുടെ കരച്ചിലും പിടിച്ചിലുമായി. അതിൽ വന്ന് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, നൂറ് വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശൈത്യനെ നിർബന്ധിച്ച് വിളിച്ച് ശൈത്യം കൂടെ ചേർന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നു.
ഒരു ഇന്റിമസി എനിക്ക് ഫീൽ ചെയ്തില്ല. ഈവൻ അതിൽ ആദ്യം എവിക്റ്റഡ് ആയി പുറത്ത് പോകുന്ന സമയത്ത് പോലും അനുമോളുടെ ഭാഗത്തൊന്നും ഞാനൊരു സങ്കടവും കണ്ടില്ല കേട്ടോ. ഫെയർലി സ്പീക്കിംഗ് എനിക്ക് ഒരു തരത്തിലുള്ള ഇമോഷണൽ ഫീൽ ചെയ്തില്ല. ഷാനവാസിന്റെ മുഖത്തും അനിയത്തി കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇന്നലെ ഷാനവാസും അനുമോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് അനു പറയുന്നുണ്ട് അതിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും, അതെനിക്ക് അറിയാവുന്നതാണ്. മെനഞ്ഞാന്ന് അക്ബർ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ജിഷിൻ അവിടെ ആ ഒരു ഏരിയയിൽ വന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിഷിനും അനുമോളും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, ഷാനവാസോട് പുള്ളിക്കാരൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി ഷാനവാസിനോട് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ ടിഷ്യൂ പേപ്പർ സംഭവം ഷാനവാസ് അറിഞ്ഞിട്ടുണ്ട്. അത് പോയി ഷാനവാസ് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അവിടെ കിടന്ന് പറയുന്നത് അതെൻ്റെ വീട്ടുകാരുടെ നമ്പറാണ്, അല്ലാതെ ഞാൻ എൻ്റെ PR നമ്പറൊന്നുമല്ല എഴുതി കൊടുത്തത്, എൻ്റെ വീട്ടിലെ നമ്പർ. അപ്പോൾ അന്ന് ഞാനത് എഴുതി കൊടുത്ത് അവരോട് ഒരു വിശേഷം പറഞ്ഞ രീതിയിൽ പറയൂ, അക്ബർ എന്ന് പറയുന്ന ആളെ ഇവിടെ എല്ലാവരും വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഇവിടെ എൻ്റെ കൂട്ടിരുന്നിട്ട് ഇതൊക്കെ കേട്ട ആളാണ്. എന്നിട്ട് കണ്ടില്ലേ സമയമായപ്പോൾ എന്നെ തള്ളി പറയുന്നു. ഇതേ സമയത്ത് തന്നെ കാണിക്കുന്ന ആദ്യം നൂറ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം ഇവിടുന്ന് വരെ സമ്മതിച്ച് തന്നിട്ടുണ്ടോ? എപ്പോഴും കുറേ ഈഗോ ഇഷ്യൂസാണ്, എന്ത് കാര്യം പറഞ്ഞാലും സമ്മതിച്ച് തരത്തില്ല. അന്ന് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി തന്ന് ഇന്ന കണക്ക് അവിടെ പോയി പറഞ്ഞ് 50,000 രൂപ കൊടുത്താൽ 100ക്ക് വോട്ട് കിട്ടും എന്ന് സഹിതം പറഞ്ഞല്ലേ അവൾ തന്നിരുന്നത്. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ല തിരിച്ചും മറിച്ചും പറയുന്നത്. ഇത് ആദ്യം എവിക്റ്റ് ആയതിനു ശേഷം അക്ബറിനെയും അപ്പാടിനെയും വിളിച്ചെടുത്തിട്ട് നൂറ പറയുന്നുണ്ട്. ഈ ടിഷ്യൂ പേപ്പറിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഫസ്റ്റ് അനുമോൾ ചോദിച്ചത് ആ ടിഷ്യൂ പേപ്പർ ഇപ്പോൾ എവിടെയുണ്ട്? അപ്പോൾ അതിൽ പറഞ്ഞു അത് ഞാൻ ഡസ്റ്റ്ബിനിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇവർക്ക് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ എൻ്റെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി പറഞ്ഞേനെ. പ്രൂഫ് പോയ സ്ഥിതിക്ക് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ പറയത്തുള്ളൂ. അത് മാത്രമല്ല ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉണ്ട് എന്നാണ് നൂറ പറയുന്നത്. അപ്പോൾ അക്ബർ അപ്പാടിയും ചോദിക്കുന്നത് നീ പറ എന്ത് കാര്യമാണ്? അപ്പോൾ പറഞ്ഞു അതൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാവത്തില്ല, നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പലരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു അപ്പോൾ പിന്നെ മഹാവൃത്തികൾ വല്ലതും ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവള് തുറന്ന് പറയത്തില്ലേ അതൊക്കെ നീ എന്തിനാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് നൂറ പറയുന്നത് കേട്ടോ. പക്ഷേ ഈ സ്ഥലത്ത് ആദിലായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയനെ. പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ അത് പറയും. അധികം സിഗരറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ അതിലേക്ക് സാധിക്കത്തില്ല. നൂറ അങ്ങനെയാണ്, നൂറ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. പുള്ളിക്കാരി പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അതിലെ വിക്ടേ കഴിയുമ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് സരിക അടുത്തൊക്കെ അതിൽ പോകുന്ന നിങ്ങൾക്ക് അറിയാമെന്ന്. അപ്പോൾ സരിക എന്തോ ഒരു കാര്യം ചെവിയിൽ സീക്രട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൽ പോയി കഴിയുമ്പോഴത്തേക്കും അതിയുടെ വോട്ടും കൂടി ചേർത്ത് നൂറയ്ക്ക് കിട്ടി, നൂറ കുറച്ചുകൂടെ മുന്നോട്ട് വരും എന്നുള്ള കാര്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നൂറ പറയുന്നുണ്ട് അതിൽ എന്ത് കാര്യം ഇരിക്കുന്നത്, ഇനിയിപ്പോൾ അനുമോൾക്ക് അഗേൻസ്റ്റ് പറഞ്ഞതുകൊണ്ടും ആവാം അവൾ പുറത്ത് പോയതെന്ന്. അത് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും അതിൽ തന്നെയാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതിൽ പോകാൻ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള വ്യക്തി. ഇത്രയും നാൾ നിൽക്കാൻ പറ്റില്ല, 2 കണ്ടസ്റ്റിന് സെപ്പറേറ്റ് വോട്ട് ഉണ്ടായിരുന്നിട്ട് കൂടി. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ ശൈത്യയുടെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അനുമോളും ശൈത്യയും കൂടെ കൂട്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ശൈത്യ പറയുന്നത് എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് എന്തുമാത്രം സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും കിട്ടുന്നതെന്ന് എനിക്കറിയാമോ? അപ്പോൾ അനുമോളോടെ നീ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ, അതൊക്കെ കമന്റ് സെക്ഷൻ വിട്ട് കളയണം എന്നാണ് പറയുന്നത് കേട്ടോ. അത് അത്ര എളുപ്പമൊന്നും അല്ല അനുമോളെ, അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ എത്ര മാത്രമാണ് അതിൻ്റെ ഒരു ഡേഞ്ചറസ് സൈഡ് എന്നുള്ളത്. നമ്മൾ അതിനകത്തോട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഈ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്ന പോലെ അല്ല, നമ്മളെക്കാളും കൂടുതലായിട്ട് അഫക്റ്റ് ആവുന്നത് നമ്മുടെ ഫാമിലിനെ പറയുമ്പോഴാണ് അല്ലേ, അവർക്കാണ് അത് കൂടുതലായിട്ട് അഫക്റ്റഡ് ആവുന്നത്. ഇപ്പോൾ ശൈത്യയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി നല്ലതുപോലെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നമുക്ക് ശൈത്യനെ പോലെ ഒരു ഫ്രണ്ടിനെ കൂടെ വിശ്വസിച്ച് നിർത്താൻ പറ്റുമോ? കാരണം അനുമോളുടെ കൂടെ ഇരുന്ന് ശൈത്യം കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ശൈത്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴും പുള്ളിക്കാരത്തി തിരിച്ചു വന്ന ശേഷം അതിൽ തന്നെ ഉറച്ചു സംസാരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഇത്രയധികം സൈബർ ബുള്ളിങ് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം അനുമോളോട് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അനുമോൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അയ്യോ നിനക്ക് അങ്ങനെ സൈബർ ബുള്ളിങ് കിട്ടുന്നു, അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? ഇന്നലെ തന്നെ അനുമോൾ പറയുന്നത് കട്ടപ്പ എന്ന് ഞാൻ വെറുതെ നിന്നെ വിളിച്ചതാണ്. ഒരാളും കട്ടപ്പ എന്ന് വെറുതെ ആരെയും വിളിക്കത്തില്ല, അതും ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് പ്രത്യേകിച്ചും. കട്ടപ്പ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരാണെങ്കിൽ പോലും പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. സത്യം പറഞ്ഞാൽ ഗെയിമിൽ ഉണ്ടായിരുന്ന സമയത്ത് ശൈത്യക്ക് പെർഫെക്റ്റ് പേരായിരുന്നു അത്. ആ ഗെയിം തീർന്നു, പക്ഷേ ആ വ്യക്തി തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ഉൾപ്പെടെ ഇതുപോലത്തെ സൈബർ ബുള്ളിങ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അനുവിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഇമോഷണലി ഒന്ന് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു പറയാം. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തട്ടി വരുന്ന സംഭവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്വന്തം ഫ്രണ്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാരണം, അതൊക്കെയാണ് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ്. അതാ ഞാൻ പറയും ഇതൊന്നും ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല, ഇതൊക്കെ ഫേക്ക്, ചുമ്മാ ഗെയിം മാത്രമാണ്. അപ്പോൾ ഗെയിമിൻ്റെ പേരിൽ ശൈത്യം അവിടെ അനുവിന് ബാക്ക് സ്റ്റാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ആ കുട്ടി തിരിച്ചു വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് പറയുന്നത് കൂടാതെ അതിനൊരു ഇമോഷണൽ സപ്പോർട്ട് പോലും അനുമോൾ കൊടുക്കുന്നില്ല. അതൊക്കെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. ശൈത്യം തെറ്റ് ചെയ്തിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ അത് ഒരാൾ വന്ന് പറയല്ലേ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ശൈത്യയുടെ സ്ഥാനത്ത് അനുമോളായിരുന്നെങ്കിലോ നമ്മൾ അതിങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കിനും കഷ്ടമായി പോയി. എന്തിനു പറയുന്നു? എന്നാൽ മസ്താനിയും അപ്പാണിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അവരെല്ലാം പറഞ്ഞു തീർത്തത് എനിക്ക് ഭയങ്കര നല്ലൊരു ഹാർട്ട് ഫെൽറ്റ് മൊമെൻ്റ് ആയിട്ട് തോന്നി. ഞാനത് സത്യം പറഞ്ഞാൽ മുഴുകിയിരുന്ന് കാണുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തുമാത്രം കോളിളക്കം ഉണ്ടാക്കിയ സംഭവമാണത് ഈ ഒരു സീസണിൽ തന്നെ. അപ്പാണി ഔട്ടായി പോകുമ്പോൾ മസ്താനി കൈയടിക്കുന്നു, അടുത്ത ആഴ്ച മസ്താനി ഔട്ടായി പോകുമ്പോൾ ആരും അവിടെ പുലിവേഷം കെട്ടിയിട്ട് കൈ ഒട്ടുന്നു. ഇത്രയും വൈറലായ ഒരു സംഭവം ഈ സീസണിൽ വേറെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവരെല്ലാം പറഞ്ഞ് മനസ്സിൽ നിന്നെല്ലാം വിട്ടിട്ട് കൈ കൊടുത്ത് പിരിയാണ്. അപ്പാണിക്ക് അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു മസ്താനിയോട്. കാരണം അപ്പാണിയുടെ അമ്മയുടെ ജോലി സ്ഥലത്ത് തന്നെ ഓരോരുത്തർ വന്ന് എന്തിനാണ് അവൻ ഈ ഷോയിൽ പോയെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ കളിയാക്കുന്നു. പുള്ളിക്കാരത്തി വന്ന് തന്നെ വിഷമം പറഞ്ഞു ശരത്തിനോട്, എന്തിനാണ് നീ അത് പോകാൻ പോയത് മോനെ, എന്തിനാ നിനക്ക് ഇവിടെ ഇരുന്നാൽ പോരെയെന്ന്. ഏറ്റവും കൂടുതൽ സങ്കടം വന്ന് അപ്പാണിയുടെ മകനെ സ്കൂളിലെ ഫ്രണ്ട്സ് കളിയാക്കുന്നു ഇങ്ങനെ കൈകൊട്ടി ഇറക്കി വിട്ടതിന്.
അതൊക്കെ കൊണ്ടിട്ടായിരുന്നു അപ്പാണിക്ക് മസ്താനിയോട് ഇത്രയും ദേഷ്യം. അപ്പോൾ അപ്പാണി പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന് സംസാരിക്കട്ടെ, അവൾക്ക് അല്പമെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവളിപ്പോൾ കൈ ഒട്ടട്ടെ എന്ന്. അത് കഴിഞ്ഞ് അക്ബർ മസ്താനിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനി പറഞ്ഞു ഞാൻ ഇന്നലെ തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ, പക്ഷേ പുള്ളിക്കാരൻ മുഖം തരുന്നില്ല. മാത്രമല്ല പുറത്തെ ഇന്റർവ്യൂലൊന്നും ഞാൻ പുള്ളിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഞാൻ അധികം ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, പക്ഷേ പുള്ളിക്കാരൻ എന്നെ മാക്സിമം പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു അത് പുള്ളിനെ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല, അത്രയധികം അവൻ അനുഭവിച്ചു. അതിനുശേഷം കാണിക്കുന്നത് മസ്താനി പോയി അപ്പാനിയോട് സംസാരിക്കുന്നതാണ്. മസ്താനി പറയുന്നുണ്ട് ചേട്ടാ അത് എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആണ്, അല്ലാതെ നിങ്ങളെന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ കൈ കൊട്ടിയത്, ഇല്ലാതെ ഞാൻ കൈ കൊട്ടൂലല്ലോ എന്ന് മസ്താനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? അല്ല നമുക്ക് എന്തെങ്കിലും തോന്നുന്നു? ഒന്നും തോന്നാൻ മുള്ളി ഈ പെങ്കൊച്ച് എന്താണെന്ന് പറയുന്നത് എന്നാലും നമുക്ക് തോന്നുള്ളൂ. ഇവിടെ മസ്താനി പറയുന്നത് ചേട്ടാ അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ചേട്ടൻ എന്താണെന്ന് ഫീൽ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലായത് തൊട്ടടുത്ത ആഴ്ച ഞാൻ എവിക്റ്റായി പോയപ്പോഴാണ് ആ ഒരു വിഷമം എന്തോന്ന് എനിക്ക് മനസ്സിലായെന്ന് മസ്താനി പറഞ്ഞു. എനിക്ക് മസ്താനിയോട് അന്നേരം ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് മാറി, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇവരോടൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ദേഷ്യം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് അവരോട് അവർ ചെയ്തൊരു മിസ്റ്റേക്കിലായിരിക്കും നമുക്കൊരു ഇഷ്ടക്കേട് വരുന്നത്. ആ ഒരു മിസ്റ്റേക്ക് അവർ തിരുത്തി കഴിയുമ്പോൾ, അതിന് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, എൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർന്നു, കഴിഞ്ഞു അവിടെ. മനസ്സിലായില്ലേ? അത് ചെയ്യാത്തതാണ് ഇവിടെ അനുമോളുടെ പ്രശ്നമായിട്ട് പറയുന്നത്, അല്ലാതെ അവിടെ ആരും തെറ്റ് ചെയ്യാത്തവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പാണി ആവട്ടെ പുള്ളിക്കാരനും പറഞ്ഞു ഞാൻ നിന്നെ എന്തെങ്കിലും മോശമായ വാക്കാന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വായിന്ന് അറിയാതെ വീണ് പോയതാണ്, നീ അതിൽ ക്ഷമിക്കണം, അത് മനസ്സിലാച്ചുകൊണ്ടിരിക്കരുത്, നിന്നോട് എനിക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ആ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൈ കൊടുക്കുകയാണ്. എന്ത് രസമായിരുന്നു ആ ഒരു സീൻ കാണാൻ, എന്ത് രസം. അതേസമയം ആ ബാത്റൂം സൈഡിൽ നിന്ന് അനുവും ശൈത്യം സംസാരിക്കുന്നപ്പോഴത്തേക്കും എനിക്ക് എന്തോന്ന് ഇത് എത്ര നേരമായി ആ കൊച്ചു വന്നതിന്. അതുകൊണ്ട് അനുമോൾ പറയാം ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് സംസാരിക്കാൻ വരേണ്ടത്, അത് നിന്റെ മിസ്റ്റേക്കാണ്, എല്ലാവരും അനുമോളുടെ പിറകെ നടക്കണമെന്നുള്ള നിർബന്ധമുണ്ടോ? അനുമോൾക്ക് എന്താ അങ്ങോട്ട് സംസാരിച്ചൂടെ? അനുമോളുടെയും കൂടെ ഫ്രണ്ട് അല്ലേ ഇവരൊക്കെ. അപ്പോൾ അനുവിന് തിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ, കൂട്ടുകാരി വിഷമിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ചെല്ലാം, പിണക്കങ്ങൾ മാറ്റാം, അല്ലാതെ ഇങ്ങനെ സ്റ്റബേണായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലേ. ഇതാണ് ആദ്യം പറഞ്ഞത്, ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവം. അത് അനുമോളുടെ കൂടെ നടക്കുന്ന ഇവിടുത്തെ ഫ്രണ്ട്സിനൊന്നും കിട്ടുന്നില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ ആദിൽ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ ഏത് പ്രാവശ്യം ഇവർ തമ്മിൽ പിണങ്ങിയാലും ആദിലല്ലേ പുറകെ ചെല്ലുന്നത്. നൂറേനെ ഞാൻ പറയത്തില്ല, കാരണം നൂറയ്ക്ക് കുറച്ചും കൂടി സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പുള്ളിക്കാരത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയറി ചെല്ലത്തില്ല, പക്ഷേ ആദില പോകും. അത് ആ കുട്ടിക്ക് ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്, ഭയങ്കര ജെനുവിൻ ആണെന്നൊന്നും അല്ല. പക്ഷേ എന്നാലും ഞാൻ കാരണം അവൾ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ട് കൂട്ടുകാരില്ലെന്ന് കരുതിയിട്ട് ചെല്ലുന്നതാണ്. അനുമോൾ അങ്ങനെ വരാറുണ്ടോ? വരത്തില്ല. നൂറയ്ക്കാണ് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത്. പിന്നെയും അതിലേക്ക് മിണ്ടുന്നത് കൊണ്ട് ഇവർ മിണ്ടുന്നു. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇവരും അങ്ങ് കൂട്ടിന് നിൽക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. ഇവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടെ എക്സ്ട്രാ വോട്ട് കിട്ടുന്നതെന്ന് അവർക്ക് നല്ല പിടുത്തുണ്ട്. ഇപ്പോൾ അവർക്ക് മതിയായി. റീ എൻട്രി ആയിട്ട് വന്ന ബിന്നി പറയുന്നുണ്ടെന്നല്ലേ, അവളിവിടെ പറഞ്ഞ പല കാര്യങ്ങൾക്കും പുറത്ത് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ആരും ഇനി അതൊന്നും പറഞ്ഞ് മിണ്ടാൻ നിൽക്കുന്നില്ല. അപ്പോൾ രേണു പറയുന്നുണ്ട്, അവൾ പറഞ്ഞ മുടിയുടെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, അത് ഞാനും പറഞ്ഞു ഇനി വഷളാക്കാൻ നിൽക്കുന്നില്ല. വരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൊട്ടി പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ ആ ഒരു ഇഷ്ടക്കേടും ദേഷ്യവും കിടക്കുന്നത് അതുകൊണ്ടാണ്, ആ ഒരു ഫ്രസ്ട്രേഷൻ. പലരും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നു, പലരും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ള ആൾക്കാരുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്, പക്ഷേ അനുമോളോടുള്ള പ്രശ്നങ്ങൾ മാത്രം ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടിയൊന്നും സമ്മതിക്കത്തില്ല. ഒറ്റ സുഹൃത്തെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവന്ന ശൈത്യയുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനുള്ളൊരു ശ്രമം, ഒരു കൈത്താങ് അത് അനുമോളുടെ ഭാഗത്തുനിന്ന് ഇല്ല. ഈവൻ അനീഷിനോട് അടിയോടെ വന്ന മുൻഷി രഞ്ജിത്ത് ഇന്നലെ വളരെ കാര്യമായിട്ട് അനീഷിനോട് സംസാരിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. കൂട്ടത്തിൽ മസ്താനി ഉണ്ട്. മസ്താനി ചോദിക്കുക ചേട്ടാ അന്ന് നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എവല്യൂഷൻ സംഭവിച്ചു, അപ്പോൾ അതാണോ ശരിക്കുള്ള നിങ്ങൾ, അത് ഇതാണോ ശരിക്കുള്ള നിങ്ങൾ? അപ്പോൾ അനീഷ് പറഞ്ഞു അത് ഞാൻ ഒരുപാട് മാറി, ഷാനവാസാണ് എന്നെ ഇത്രയും മാറ്റിയത്, കാരണം സ്നേഹിക്കപ്പെടാൻ ഞാൻ അർഹനാണെന്നുള്ളത് ഷാനവാസാണ് എന്നെ പഠിപ്പിച്ചു തന്നെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ മുൻഷി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴാണ് കുറച്ചും കൂടെ അതിന് വാല്യൂ കൂടുന്നത്, നമുക്കൊരു സെൽഫ് വർത്ത് ഫീൽ ചെയ്യുന്നത്. സ്നേഹിക്കപ്പെടുക, മറ്റൊരാളുടെ സമയം നമുക്ക് വേണ്ടി തരിക, ഇത് രണ്ടുമാണ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യപ്പെട്ട കാര്യങ്ങളെന്ന് മുൻഷി പറയുകയാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു തീർച്ചയായിട്ടും ഷാനവാസ് ടാസ്ക് പോലും മാറ്റി വെച്ച് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്, പുള്ളിക്കാരൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ പോലും ഉള്ള ഈർഷ്യയും കാര്യങ്ങളെല്ലാം മാറി, അതൊക്കെ വളരെ നോർമലായി. അനുമോളോടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റത്തത്. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ആരുടെ ഭാഗത്താണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഷാനവാസ് രണയോട് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ആദിലേക്ക് നൂറയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അക്ബർ. അവൾ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ സകല കാര്യം ഞാൻ സമ്മതിച്ചു കൊടുക്കാം, പക്ഷേ അനുമോളാണ് അക്ബറിനെ ഇവരുടെ മുന്നിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചെന്ന് പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം ഇവർക്ക് ഓൾറെഡി പുള്ളിക്കാരനെ ഇഷ്ടമല്ലായിരുന്നു, അല്ലാതെ തന്നെ ഭയങ്കര വെറുപ്പായിരുന്നു. പുറത്ത് പോയാലും ഇതുപോലത്തെ ആളോട് സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, പെട്ടെന്ന് ഇവർ അനുമോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം അങ്ങോട്ട് കൊടുക്കും. അത് എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ശരി തന്നെയായിരിക്കാം. ഇവർ രണ്ടുപേരും തുടക്കത്തിൽ അക്ബറിന്റെ കൂടെ ഇരിക്കുന്നവരായിരുന്നു. പിന്നീട് അക്ബർ ഈ എല്ലാ കാര്യം വളച്ചൊടിക്കുന്നു എന്നുള്ള കാര്യം ആ ഒരു ഹൗസിലെല്ലാം മുഴങ്ങിക്കേട്ട് അതിന്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ ഷാനവാസാണ്. അനുമോൾ എത്ര വരെ മാനിപ്പുലേറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല. ഷാനവാസിന് നല്ലൊരു പങ്കുണ്ട് ഇതിനകത്ത്. എല്ലായിടത്തും പോയിരുന്നിട്ട് അയാൾ വളച്ചൊടിക്കുന്നു. ഈ അക്ബർ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെ നാവിലെ നോമിനേഷൻ സമയത്ത് പോലും വരുന്നത് ഷാനവാസ് ഓതി കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓൾറെഡി ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടക്കേടായിരുന്നു അക്ബറിന്റെ കാര്യം. അനുമോളും പറഞ്ഞിട്ടുണ്ടാവും പുള്ളിക്കാരൻ അത്ര നല്ലതൊന്നും അല്ല, ശരിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അനുമോൾക്കും ശത്രുവാണല്ലോ പുള്ളിക്കാരൻ. അല്ലാതെ അനുമോൾ ഇവരെ വിളിച്ചിരുത്തി ഇവർക്ക് ഭയങ്കരമായ താല്പര്യമായിരുന്ന അക്ബറിനെ കുറിച്ച് മോശം പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിനെ വെറുപ്പിച്ച് ആ പരിപാടിയൊന്നും ഇല്ല. ഷാനവാസാണ് കൂടുതലായിട്ട് എല്ലായിടത്തും പോയിരുന്നിട്ട് അക്ബർ അങ്ങനെയാണ്, അക്ബർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കുന്നത്. അത് നമ്മൾ ഈ സീസൺ മുഴുവൻ കണ്ട കാര്യമാണ്. ഒപ്പം നൂറ വളരെയധികം വിഷമത്തിലാണ്. ആദ്യം 96ാമത്തെ ദിവസത്തിൽ എവിക്റ്റായി പോകുന്നു. നൂറ ഇപ്പോൾ ഏകദേശം ഒറ്റയ്ക്കായ പോലെയാണ്. പക്ഷേ നൂറയ്ക്ക് സമാധാനിക്കാം, സന്തോഷിക്കാം. അവർ ഒരുമിച്ച് ഇത്രയും കാലം നിൽക്കാൻ പറ്റില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. വേറെ ഏത് കണ്ടസ്റ്റന്റിനുണ്ട് അങ്ങനെ ഒരു പ്രിവിലേജ്? അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ പല കണ്ടസ്റ്റൻസിനും ഒരുപാട് മുന്നിലോട്ട് വരാൻ പറ്റിയാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇവർക്ക് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ അവർക്ക് കാണാനും സാധിക്കും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളുടെ വിഷമങ്ങളുടെ ആവശ്യമില്ല. 100 ഡേയ്സ് നിന്നിട്ട് പോയതുപോലെ തന്നെയാണ് അതിൽ ഇന്നലെ പോയിട്ടുള്ളത്. ടോപ്പ് 7 അല്ലേ, അത് തീരെ ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ നൂറ് ഇന്നലെ ആപ്പളെ ഒറ്റയ്ക്കായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്കാരത്തിയും അനുമായിട്ട് ഇപ്പോൾ വലിയ കണക്ഷനൊന്നുമില്ല. അനുവും ശൈത്യം തമ്മിലാണ് ഇപ്പം ഒന്നിച്ച് സംസാരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. നൂറ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടു, സങ്കടപ്പെടുന്നത്
വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഒരു പാവമൊക്കെ തോന്നി കേട്ടോ, ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ റിവ്യൂ. നമുക്ക് നോക്കാം എന്താകുമെന്ന്, ആരായിരിക്കും വിന്നർ എന്ന്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വിന്നർ ആരായിരിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ എഴുതുക കേട്ടോ. ഇന്ന് മിറർ ടാസ്ക് നടക്കാൻ പോവുകയാണ്. കണ്ടസ്റ്റൻസിന്റെ സെൽഫ് ടോക്ക് ആയിരിക്കും അത്. അനീഷിന്റെ അക്ബറിന്റെ ഒരു പ്രോമാണ് ഞാൻ കണ്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.